സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ചതിനെ ചൊല്ലി തർക്കം. ചിത്രം മാറ്റണമെന്ന് സംഘാടക സമിതിയോട് കേരള സർവകലാശാല രജിസ്ട്രാർ ആവശ്യപ്പെട്ടു. ഭാരതാംബയുടെ ചിത്രം മാറ്റില്ലെന്ന് സംഘാടകർ. ചിത്രം മാറ്റിയില്ലെങ്കിൽ ഗവർണറെ തടയുമെന്ന് SFI. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യഗായത്രി, നിലവിൽ ഭാരതാംബ സർക്കാർ വിവാദം രൂക്ഷമായിരിക്കുകയാണ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശ്രീ പത്മനാഭ സേവാ സമിതിയാണ് ഈ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. അടിയന്തരാവസ്ഥയുടെ 50 ആണ്ടുകൾ എന്ന പരിപാടിയാണ് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. ഗവർണർ പങ്കെടുക്കേണ്ട സെമിനാർ പരിപാടിയായിരുന്നു അത്. പക്ഷേ പരിപാടി അനിശ്ചിതത്വം നീങ്ങുന്നു എന്ന് വേണം എടുത്തു പറയേണ്ട സെമിനാർ പരിപാടിയായിരുന്നു അത്. പക്ഷേ പരിപാടി അനിശ്ചിതത്വം നീങ്ങുന്നു എന്ന് വേണം എടുത്തു പറയേണ്ടത്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഭാരതാംബയുടെ ചിത്രം നമുക്ക് കാണാം. ഈ സ്റ്റേജിന്റെ ഒരു വശത്തായിട്ട് സാധാരണഗതിയിൽ BJP RSS പരിപാടികൾ സംഘടിപ്പിക്കാറുള്ളത് പോലെ ഇവിടെ ഭാരതാംബയുടെ ചിത്രം വെച്ചിട്ടുണ്ട്. ഈ ചിത്രത്തെ തുടർന്നാണ് വലിയ വിവാദം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ചിത്രം ഇവിടുന്ന് മാറ്റാതെ പരിപാടി സംഘടിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ രജിസ്ട്രാർ ഉൾപ്പെടെയുള്ളവർ എടുത്തിരിക്കുന്നത്. രജിസ്ട്രാർ ഉൾപ്പെടെയുള്ളവർ ഈ ചിത്രത്തെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയതോടുകൂടിയാണ് പരിപാടി ഇത്തരത്തിൽ അനിശ്ചിതത്വത്തിലേക്ക് രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ആളിക്കത്തുന്ന സമയത്താണ് സർവകലാശാലക്കകത്തെ സെനറ്റ് ഹാളിൽ ഇത്തരത്തിൽ ഭാരതാംബയുടെ ചിത്രം പരിപാടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കൃത്യമായിട്ട് നിയമാവലികൾ പാലിച്ചുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് BJP പ്രവർത്തകരും അതുപോലെ തന്നെ ശ്രീ പത്മനാഭ സേവാ സമിതി പ്രതിനിധികളും ഒക്കെ തന്നെ പറയുന്നത്. പക്ഷേ കൃത്യമായിട്ടുള്ള നിയമാവലികൾ സെനറ്റ് ഹാളിൽ പരിപാടി സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇത്തരത്തിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതും അവിടെ ഭാരതാംബയുടെ ചിത്രം വെച്ചതുമൊക്കെ തന്നെ ആ നിയമാവലിക്ക് വിരുദ്ധമാണ് എന്നുള്ള കാര്യമാണ് രജിസ്ട്രാർ ഇപ്പോൾ കുറച്ചു മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രം എടുത്ത് മാറ്റാതെ പരിപാടി ഇനി നടത്താൻ അനുമതി കൊടുക്കില്ല, അത് നടത്താൻ സാധിക്കില്ല എന്നുള്ള കാര്യം കൂടി രജിസ്ട്രാർ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. 5:30 നടക്കാനിരുന്ന പരിപാടിയാണ് ഇപ്പോൾ മണി 6:05 ആകുന്നു. ഗവർണർ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ചിത്രം എടുത്ത് മാറ്റിക്കൊണ്ടുള്ള പരിപാടി സംഘടിപ്പിക്കൽ അത് ഉണ്ടാകില്ല എന്നുള്ളതാണ് BJP പ്രവർത്തകരും അതുപോലെ തന്നെ ശ്രീ പത്മനാഭ സേവാ സമിതി പ്രതിനിധികളും ഒക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. പരിപാടി വെച്ചുകൊണ്ട് പരിപാടി സംഘടിപ്പിക്കാൻ തങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള തീരുമാനത്തിലാണ് DYFI SFI പ്രവർത്തകർ ഉള്ളത്. പുറത്ത് വലിയ പോലീസ് സുരക്ഷ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് വലിയ സുരക്ഷ ഈ സർവകലാശാല ആസ്ഥാനത്ത് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. മുതിർന്ന BJP പ്രവർത്തകർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അവിടെ നിരവധിയായിട്ടുള്ള കാണികൾ ഈ പരിപാടി സെമിനാർ അറ്റൻഡ് ചെയ്തതിനു വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. ആ പരിപാടി തുടങ്ങാനിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വിവാദം വന്നിട്ടുണ്ടായിരുന്നത്. പുറത്ത് DYFI അതുപോലെ തന്നെ SFI പ്രവർത്തകർ വലിയ പ്രതിഷേധമൊക്കെ ഉയർത്തി നിൽക്കുന്നുണ്ട്. ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ട് സർവകലാശാലയുടെ ആസ്ഥാനത്തെ സെനറ്റ് ഹാളിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്നുള്ള കടുത്ത നിലപാടിലാണ് SFI DYFI പ്രവർത്തകർ ഉൾപ്പെടെ നിലകൊള്ളുന്നത്. വലിയ പോലീസ് സന്നാഹത്തെ സർവകലാശാല ആസ്ഥാനത്ത് ചുറ്റും വിന്യസിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കൃത്യമായിട്ട് നിയമാവലികൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് തങ്ങൾ ഈ പരിപാടി നടത്തുന്നത് എന്നുള്ളതാണ് പരിപാടിയുടെ സംഘാടകരും BJP നേതാക്കളും ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ നിയമാവലികളിൽ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളാണ് ഇവിടെ നടക്കുന്നത്. ഭാരതാംബയുടെ ചിത്രം അത് പ്രത്യേകിച്ച് മതപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ യാതൊരുവിധ ചിഹ്നങ്ങളും സെനറ്റ് ഹാളിലെ പരിപാടിയിൽ വെക്കാൻ പാടില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള നിയമാവലിയുണ്ട്. ആ നിയമാവലിക്ക് വിരുദ്ധമായിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ രജിസ്ട്രാർ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും രജിസ്ട്രാറും മറ്റ് സംഘടനാ നേതാക്കളും ഒക്കെ തന്നെ ഇത് സംബന്ധിച്ച് ചർച്ചകൾ വീണ്ടും നടത്തുന്നുണ്ട്. പോലീസ് ഈ പരിപാടി സംഘടിപ്പിക്കാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ ഈ ഫോട്ടോ മാറ്റാതെ പരിപാടി സംഘടിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും പരിപാടി ഇപ്പോൾ അനിശ്ചിതത്വത്തിൽ കടന്നിരിക്കുകയാണ്. 5:30 തുടങ്ങേണ്ടിയിരുന്ന പരിപാടി ഇതുവരെയും തുടങ്ങിയിട്ടില്ല. ഗവർണറും പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട BJP നേതാവ് VV രാജേഷിന്റെ പ്രതികരണം വരുന്നുണ്ട്. പ്രതികരണത്തിലേക്ക്